ആ ജോലി കിട്ടിയ പിന്നെ സമയം വളരെ കുറവായിരുന്നു. എനിക്ക് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുക്കുകയാണെങ്കിൽ നന്നായി പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനൊന്നും ഉടമ്പടി എടുക്കില്ല, ഇനിയൊരു പ്രതിസന്ധി വന്നാലേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് ആ പ്രതിസന്ധി എൻ്റെ കയ്യിലേക്ക് വന്നു. 2 മാസം കഴിഞ്ഞ് വീടിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറയുകയാണ്, നമ്മുടെ ആ വീട് പോയി കയ്യിൽ നിന്ന്, അത് വിൽക്കാനിട്ടിരുന്ന ഫാമിലിക്ക് എന്തോ പ്രശ്നം കാരണം അവർ ആ വീട് വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്താണിതിങ്ങനെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഭയങ്കര സങ്കടം തോന്നി. എങ്കിലും ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് നല്ലതായിരിക്കില്ല ആ വീട്, നല്ലതായിരുന്നെങ്കിൽ അമ്മ നമുക്കത് തരാതിരിക്കില്ല, നമുക്ക് നല്ലൊരു വീട് തന്നെ അമ്മ വാങ്ങിത്തരും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ വീടുകൾ, ഒരു 10ഓളം വീടുകൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടു. പക്ഷെ ഒരു വീടും നമുക്ക് മനസ്സിൽ പിടിക്കുന്നില്ല. ഈ വീടാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, എല്ലാം കൊണ്ട് നമുക്ക് ചേർന്നൊരു വീടായിരുന്നു.